മഴ കനത്താൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മീനുകളുടെ പ്രളയമായിരിക്കും. പക്ഷേ മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മൺസൂൺ മഴ തിമിർത്തു പെയ്യുന്നതിനിടെ നാടിനെ അമ്പരപ്പിച്ച് പുഴയിലൂടെ ഒഴുകിയത് മീനുകളല്ല, ആയിരക്കണക്കിന് ഗ്യാസ് സിലിണ്ടറുകളാണ്. ആയിരക്കണക്കിന് ഗ്യാസ് സിലിണ്ടറുകൾ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുള്ള HPCLന്റെ പാതാൾഗംഗ LPG ബോട്ട്ലിംഗ് പ്ലാന്റിലാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് പ്ലാന്റിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് പ്രളയജലം മുന്നിലേക്ക് ഇരച്ചു കയറിയതോടെ 3000-ഓളം സിലിണ്ടറുകൾ കൂട്ടത്തോടെ പാതാൾഗംഗ നദിയിലേക്കും ഖർബഡ ക്രീക്കിലേക്കും ഒഴുകിപ്പോയി. ചുവന്ന നിറത്തിലുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയിൽ മുങ്ങിപ്പൊങ്ങി നീങ്ങുന്നതിന്റെ അപൂർവ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. പാചകവാതക സിലിണ്ടറുകൾ പുഴയിലൂടെ ഒഴുകി വരുന്നത് കണ്ടതോടെ അവ വാരിക്കൂട്ടാനായി ജീവൻ പോലും വകവയ്ക്കാതെ നിരവധി നാട്ടുകാർ പുഴയുടെ തീരങ്ങളിൽ തടിച്ചുകൂടി. പലരും സിലിണ്ടറുകൾ കരക്കടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ പുഴയിലൂടെ ഒഴുകി നീങ്ങുന്ന സിലിണ്ടറുകളിൽ തൊടുകയോ അവ ശേഖരിക്കുകയോ തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് റായ്ഗഡ് ജില്ലാ കളക്ടർ കിഷൻ ജവാലെ പ്രദേശ നിവാസികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി. ഒഴുകിപ്പോയ സിലിണ്ടറുകളിൽ പലതിലും പാചകവാതകം നിറഞ്ഞ നിലയിലാണ്. ഇവയിൽ വാതകം അവശേഷിക്കുന്നുണ്ടോ എന്നതിലോ ഇവ സുരക്ഷിതമാണോ എന്ന കാര്യത്തിലോ യാതൊരു ഉറപ്പുമില്ല. അതിനാൽ കൗതുകം കൊണ്ട് ഉപയോഗിക്കാനോ കരുതി സിലിണ്ടറുകൾ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വലിയ രീതിയിലുള്ള തീപിടുത്തത്തിനും ജീവഹാനിക്കും ഇടയാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. സിലിണ്ടറുകൾ തീരത്തടിയുകയോ കണ്ടെത്തുകയോ ചെയ്താൽ ഉടൻ തന്നെ HPCLൽ അവരുടെ കമ്പനി, അവരുടെ ഡീലർമാരെയോ ഖലാപൂർ തഹസിൽദാർ ഓഫീസിലോ വിവരം അറിയിക്കണമെന്നും ഭരണകൂടം നിർദ്ദേശിച്ചു. നിലവിൽ എത്ര സിലിണ്ടറുകൾ സുരക്ഷിതമായി തിരികെ ലഭിക്കുമെന്ന ആശങ്കയിലാണ് അധികൃതർ. കഴിഞ്ഞ ഒരാഴ്ചയെ തുടർന്ന് കനത്ത മഴ മഹാരാഷ്ട്രയിൽ വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഇതിൽ റായ്ഗഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതം രേഖപ്പെടുത്തിയത്. മഴയ്ക്ക് പിന്നാലെ പ്രദേശത്ത് റിക്ടർ സ്കെയിലിൽ 3.6-നും 4.6-നും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചു. ഡൽഹിയിലടക്കമുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയെ തുടർന്ന് കെട്ടിടങ്ങൾ തകർന്ന് വലിയ അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.